ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കുകയാണ്. അരികിലേക്ക് ചെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നികേഷ്. തുടർന്ന് സുധീഷിന്റെയും ഹരീഷിന്റെയും നിധിയുടെ അരികിലേക്ക് വന്ന നികേഷ് പറയുന്നു, ഏട്ടത്തി ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. എന്തൊരു രുചിയാ, നാവിൽ നിന്നും പോകുന്നില്ല. നിധി പറയുന്നു, വാ നമുക്ക് എല്ലാവർക്കും പോയി കഴിക്കാം. നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ പറഞ്ഞു ഭക്ഷണം പുറത്തിരുന്ന് കഴിക്കാമെന്ന്. തുടർന്ന് എല്ലാവിധം സുഭാഷിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. സുധീഷ് പറയുന്നു, നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം, അകത്ത് കറണ്ട് ഇല്ല. സുഭാഷ് പറയുന്നു, അച്ഛൻ എവിടെയാടാ? നികേഷ് പറയുകയാണ്, അറിയില്ല സുഭാഷ് ഏട്ടാ, ചിക്കൻ വാങ്ങി തന്നിട്ട് എവിടെയോ പോയി. സുധീഷ് പറയുന്നു, അച്ഛൻ ഇനി മദ്യപിച്ചിട്ടേ വരൂ. എല്ലാവരും സന്തോഷത്തോടു കൂടി സുഭാഷ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയാണ്. നന്നായിട്ടുണ്ട് മോളെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട് സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനും കൂടി കഴിക്കുക. സുഭാഷും അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കുകയാണ്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണ് എന്നോട് നന്നായി സംസാരിക്കുമായിരുന്നു. പെട്ടെന്ന് ആ പെണ്ണ് എന്നോട് സംസാരിക്കുന്നത് നിർത്തിയിട്ട് വേറൊരു പയ്യനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ സുഭാഷ് ഏട്ടന്റെ അരികിൽ വന്ന് ഒത്തിരി കരഞ്ഞു. അതിന് സുഭാഷ് ഏട്ടൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തന്നെ കിട്ടും, അതിനെയും നമ്മുടേതല്ലെങ്കിൽ എത്ര പോരാടിയാലും കിട്ടില്ല. നമുക്കുള്ളതാണെങ്കിൽ അത് നമുക്ക് തന്നെ കിട്ടിയിരിക്കും, അത് ആർക്കും തടയാൻ കഴിയില്ല. ഇതെനിക്ക് സുഭാഷ് ഏട്ടൻ പറഞ്ഞു തന്നതാ. അന്നത് എന്റെ മനസ്സിൽ പതിയുകയും ചെയ്തു. അതാ ഞാനിപ്പം സുഭാഷ് ഏട്ടനോട് പറയുന്നത്. വിഷമിക്കരുത്, എല്ലാം നന്മയ്ക്ക് വേണ്ടിയാ. നികേഷ് പറയുന്നു, മോട്ടിവേഷൻ സ്പീച്ച് എല്ലാം ഓക്കെയാ, പക്ഷെ 9ാം ക്ലാസ്സിൽ ഇങ്ങനെയൊരു ലവ് സ്റ്റോറി ടു മച്ച്. ആ പെണ്ണ് സംസാരിക്കാതിരുന്നാൽ സുധീഷ് ഏട്ടൻ അങ്ങനെ വിടുമോ? ഇത് കേട്ട് സുധീഷ് എടാന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുകയാണ്. തുടർന്ന് ഹരീഷിനെ കളിയാക്കി 10th പഠിക്കുമ്പോഴുള്ള കഥ പറയുകയാണ് സുധീഷ്. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ നിധി സ്നേഹത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷ് നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് നിധി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകുമ്പോൾ അരികിലേക്ക് ചെന്ന് സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നല്ലോ? ആര് നോക്കിയെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി നോക്കി, ഞാൻ കണ്ടായിരുന്നു. സൈറ്റ് അടിക്കുകയായിരുന്നു. നിധി പറയുന്നു, പിന്നെ സൈറ്റ് അടിക്കാൻ പോവാ. നിധി പറയുകയാണ്, ഞാൻ കണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഞാൻ സുധീഷിനെ ഒന്നും അല്ല നോക്കിയെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഹരീഷും നികേഷും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഫോണിൽ നോക്കി കിടക്കുകയാണ് സുധീഷ്. സുഭാഷും ഉറങ്ങാനായി അവിടേക്ക് വരുന്നു. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഐശ്വര്യ. കോള് കണ്ട് സുഭാഷ് പറയുന്നു, അയ്യോ ഇത് ആ പെണ്ണിന്റെ നമ്പർ അല്ലേ? ഏത് പെണ്ണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അന്ന് നമ്മള് കോഫി ഷോപ്പിൽ വെച്ച് കണ്ട പെണ്ണ്. സുധീഷ് ചോദിക്കുന്നു, ഓ ബെസ്റ്റിയുടെ കൂടെ വന്ന പെണ്ണ്. സുഭാഷ് ഏട്ടാ എടുത്ത് സംസാരിക്ക്. എന്താ സംസാരിക്കുക എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്തെങ്കിലും സംസാരിക്കും സുഭാഷ് ഏട്ടാ, രാത്രി 11 മണിക്ക് വിളിക്കുമല്ലേ, ചുമ്മാ ജോളിയായിട്ട് സംസാരിക്കാനായിരിക്കും, എടുത്ത് സംസാരിക്ക്. സുഭാഷ് പറയുന്നു, ചുമ്മാ തിരിക്കടാ, ആ പെണ്ണ് ഞാനും കൂടി സെറ്റ് ആകുമെന്ന് തോന്നുന്നില്ല. ആ പെണ്ണ് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ട് പോലുമില്ല. കോള് കട്ടായി. വീണ്ടും ഐശ്വര്യ സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ വീണ്ടും അതേ നമ്പർ. എന്ത് സ്നേഹം ഉണ്ടായിട്ടാ അവള് വീണ്ടും വിളിക്കുന്നത്? വേണ്ടടാന്ന് സുഭാഷ് പറയുമ്പോൾ, ഇങ്ങതാ സുഭാഷ് ഏട്ടാ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. ഐശ്വര്യ ഹലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഹലോ എന്ന് പറയുന്നു, നല്ല സ്വീറ്റ് വോയിസ്. സുഭാഷ് പറയുകയാണ്, എടാ മര്യാദയ്ക്ക് ഫോൺ കട്ട് ചെയ്യും. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ അടങ്ങിയിരിക്കും, ഞാൻ സംസാരിക്കട്ടെ. ഐശ്വര്യ ചോദിക്കുന്നു, സുഭാഷ് അല്ലേ? സുധീഷ് പറയുകയാണ്, അതെ ഞാൻ സുഭാഷ സംസാരിക്കുന്നത്. സോറി നേരത്തെ വിളിച്ചായിരുന്നല്ലേ, ഫോൺ എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. ഐശ്വര്യ ചോദിക്കുന്നു, അയ്യോ ഡിസ്റ്റർബ് ചെയ്തോ? സുധീഷ് പറയുകയാണ്, അത് സാരമില്ല, ഐശ്വര്യക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യാം, ഒരു തെറ്റുമില്ല. ഇത് കേട്ട് ഐശ്വര്യ ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, കഴിച്ചോ? ഐശ്വര്യ പറയുന്നു, ഫ്രൂട്ട്സ് കഴിച്ചു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഓ ഡയറ്റ് സൂപ്പർ സൂപ്പർ, രാത്രി ഹെവി ആയിട്ട് കഴിക്കാതെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം, അപ്പോഴ് സ്കിൻ പളവളാന്നിരിക്കും. ഇപ്പൊ തന്നെ ഐശ്വര്യയുടെ സ്കിന്ന് പളവളാന്നല്ല ഇരിക്കുന്നത്. ഐശ്വര്യ പറയുന്നു, സുഭാഷിനെ കാണാനും നല്ല സ്മാർട്ടാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, ഐ ലൈക്ക് യു വെരി മച്ച്. സുഭാഷിനെ തലോടിക്കൊണ്ട് സുധീഷ് പറയുന്നു, താങ്ക് യു. ഐശ്വര്യ പറയുകയാണ്, ഞാൻ വിചാരിച്ചു സുഭാഷ് എന്നെ വിളിക്കുമായിരിക്കുമെന്ന്, ബിസി ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ വിളിച്ചത്. സുധീഷ് പറയുന്നു, ഞാൻ കുറച്ച് ബിസിയാണ്, പക്ഷേ ഐശ്വര്യയുടെ കാര്യത്തിൽ ബിസിയല്ല. ഐശ്വര്യ പറയുകയാണ്, ഇന്ന് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, അന്ന് കോഫി ഷോപ്പിൽ സൈലന്റ് ആയിരുന്നല്ലോ, ഇപ്പൊ ഫോണിലായപ്പോ നന്നായി സംസാരിക്കുന്നുണ്ട്. സുധീഷ് പറയുന്നു, എല്ലാത്തിനും കുറച്ച് സമയം എടുക്കുമല്ലോ, അന്ന് ഐശ്വര്യ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഐശ്വര്യയെ കണ്ടുകൊണ്ടിരുന്ന സമയം പോയതറിഞ്ഞില്ല. ഐശ്വര്യ പറയുന്നു, ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കണ്ടാലോ, എനിക്കും സുഭാഷിനെ കാണണമെന്ന് തോന്നുന്നുണ്ട്. കാണാലോ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പതിയെ ചോദിക്കുന്നു, എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞു? സുഭാഷിന്റെ കൈ തട്ടി മാറ്റി സുധീഷ് ഐശ്വര്യയുമായി സംസാരിക്കുകയാണ്. ഇതുകൊണ്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് സുഭാഷ്. സംസാരത്തിനൊടുവിൽ സുധീഷ് പറയുന്നു, അന്ന് നിങ്ങള് ബെസ്റ്റിയൊക്കെ ആയിട്ട് എന്റെ ചേട്ടന്റെ മുമ്പിൽ പെർഫോം ചെയ്തു പോയില്ലേ, അന്ന് ഈ ബന്ധം വേണ്ടെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചതാ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ഐശ്വര്യ. സുധീഷ് പറയുന്നു, പിന്നെ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചത് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇട്ടൊരു നമ്പറാ. അപ്പൊ ശരി എന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് സുഭാഷ് പറയുന്നു, നീ ഇത്രയൊക്കെ പറയണ്ടായിരുന്നു,
പറയുന്നു, ആ പെണ്ണ് നല്ല പെണ്ണ, എനിക്ക് ശരിയാകത്തില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടന്റെ മനസ്സ് നല്ലതാ, അതുകൊണ്ട് എല്ലാവരും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. സുഭാഷ് പറയുന്നു, ഫോൺ മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കടാ. അങ്ങനെ അവർ ഉറങ്ങാനായി കിടക്കുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.